ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഹോം വ്ളോഗാണ് കേട്ടോ. ഞാൻ എൻ്റെ മൂത്ത ആങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ പുതിയ വീടാണ്. അത് ഒരു നില വീടായിരുന്നു. അപ്പോൾ മുകളിലേക്ക് എടുത്തിരിക്കണ്. അപ്പോൾ അവിടെ വീടിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരാറായനും. അപ്പോൾ ഓൾക്ക് പണിക്കാർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് ഇന്ന് ഫുഡ് കൊടുത്തിരുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് പണീൻ്റെ. അപ്പോൾ ചെറിയൊരു ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. മക്കളൊന്നുമില്ല, ഓലൊക്കെ സ്കൂളിൽ പോയിക്കാണ്. അപ്പം ഉമ്മ അങ്ങോട്ടേക്ക് പോയിക്കിന്ന് ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ കാൻ്റെ വീട്ടിലെത്താനായിട്ടോ. ഞാനും ദുവയാണ് പോകുന്നത്. ഉമ്മ മുൻപിൽ പോയല്ലോ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ. എന്നിട്ട് ഭയങ്കര ചുമയും ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ആയിട്ടോ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ ഇടാൻ. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ. ഒന്നുമില്ല, ഒന്നാമത്തെ പ്രശ്നം മടി. പിന്നെ മക്കളെ സ്കൂള് എക്സാം കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഈ ഷൂട്ടി ഓളെ സ്ഥിരം ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ, ഈ ചിമ്മിനീൻ്റെ ഉള്ളിൽ. ഞാൻ പതിവ് പോലൊന്നോ ഞാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കാണുന്നത്. പിന്നെ ദുവ ആദ്യം കണ്ടാൽ ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ കണ്ടായ്മേലൊക്കെ കയറണം കേട്ടോ. അപ്പോൾ സോഫ ആയാലും കട്ടിലായാലും ഒക്കെ ഫസ്റ്റ് ഒക്കെ അതിന്മേലൊന്ന് കയറി ഒന്ന് ഇതാവണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ചേർമ കയറാൻ പറ്റാത്തതുകൊണ്ട് ഓൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞൊണിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇഷൂട്ടിനെ കണ്ടപ്പോൾ പിന്നെ ഓളപ്പനെ കുറച്ച് നേരം കളിച്ചിട്ട് രണ്ടാൾ ഇണങ്ങി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഇഷൂട്ടിക്ക് മോളെ കാണുമ്പോൾ അതുവരെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ ശീലമായിട്ടോ. അപ്പോൾ കുറച്ചൊരു ഇതൊക്കെ വെച്ചല്ലോ, വലുപ്പവും ബുദ്ധിയൊക്കെ വെച്ചല്ലോ. ആദ്യം ദുവനെ കാണുമ്പോൾ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ടും നല്ല കൂട്ടായി. പിന്നെ ദുവ പന്തൊക്കെ കളിക്കാനും ബോൾ കൈ കൊടുത്തിട്ട് ആൾക്ക് വേണ്ട, നിലത്ത് വെക്കണം എന്നാണ് ഇഷൂട്ടി പറയുന്നത് കേട്ടോ. പക്ഷെ ആൾക്ക് കയ്യിലേ കൊടുക്കണം എന്നാണ് ദുവൻ്റെ ഇത്. അപ്പോൾ രണ്ടാളതിനിങ്ങനെ അട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു കയ്യിലേക്ക് വാങ്ങിക്കോ പറഞ്ഞപ്പോൾ പിന്നെ ഈ ഷൂട്ടി വാങ്ങിട്ടോ. പിന്നെ വല്ല കളി കാണാൻ നല്ല രസമാണ്. ആരെങ്കിലും ഒരാളിങ്ങനെ അടുത്തിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴാണ് അടിപിടി കൂടുകയെന്ന് അറിയില്ല. അങ്ങനെ അതും കണ്ടിരുന്ന് എൻ്റെ സമയം പോയിട്ടോ. ഞാൻ അതിൻ്റെ അടുക്ക് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അതും നോക്കണം. അപ്പോൾ പിന്നെ പണിക്കാരുണ്ട്, 3 ആളുണ്ട്. ഓൾക്ക് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ, അതിനാണല്ലോ നമ്മൾ വന്നിട്ടുണ്ടായിന്. അതിനോട് വിട്ടു കിട്ടോ, 12:30 ആകുമ്പോൾ ആക്കേണ്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഓൾ ഉള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്യാനുള്ളതിന് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാര്യമായി. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വെപ്പിൻ്റെ കാര്യമില്ലേനു. അങ്ങനെ വന്ന പാടത്തിൻ്റെ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കുക്കിങ്ങൾക്ക് നടന്നിട്ടോ. പിന്നെ എന്താ പറയുക, എന്നെ അറിയും പോലൊക്കെ അത് വെക്കുക എന്നുള്ള രീതിയിലായി. പിന്നെ പെട്ടെന്ന് വേഗം ഉള്ളിയൊക്കെ വഴറ്റാൻ വെച്ച് അതിനിടയ്ക്ക് പിന്നെ ഷൂട്ടിയും ദുവയൊക്കെ ഉണ്ടായിരുന്നു. ഓല കുറച്ച് നേരം കളിപ്പിച്ച്. അപ്പോഴാണ് പിന്നെ നമ്മളെ വീട്ടിൽ മുറ്റത്തൊരു പപ്പായമാരുണ്ടായിരുന്നു കേട്ടോ. അതുമ്മേൽ ഒരു ചെറിയൊരു പപ്പായ ഉണ്ടായിരുന്നു, കർമൂസ. അത് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്ക ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ അത് കണ്ണുപെട്ടപ്പോൾ ഉമ്മ പറഞ്ഞ് അത് ഒടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മ പുറകേക്ക് പോയിക്കുന്നു കേട്ടോ, ഒരു കുന്തമൊക്കെ ആയിട്ട്. പക്ഷേ ഒടിക്കാൻ നോക്കുമ്പോൾ കുന്തം കിട്ടിയില്ല. എന്താ കിട്ടിയെന്ന് അറിയാം, ഒരു പൈപ്പിൻ്റെ വലിയൊരു കഷ്ണം കേട്ടോ. അത് അതിമേൽക്ക് ടച്ച് ചെയ്യുന്നല്ലാതെ വികുന്നില്ല, കാരണം ആ പൈപ്പ് ഇങ്ങനെ ആടി ഉയിലയ്യ. അങ്ങനെ പിന്നെ കുറേ അയിമ കളിച്ചിട്ടോ, കുറേ ചിരിച്ച്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കിട്ടുന്നില്ല തോന്നിയപ്പോൾ പിന്നെ അമ്മാടെ ഇട്ടിട്ടോ. കുറേ ഞങ്ങൾ കുലുക്കിയൊക്കെ നോക്കി, കുലുക്കി വിൽക്കാൻ മാത്രമേ ഉള്ളൂ സംഭവം. ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ മതി. പക്ഷെ ആളെന്താണെന്നറിയില്ല, അത് വാശി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി അമ്മ അവസാനം ഗതി കെട്ടിട്ട് പിന്നെ അത് ആടെ കൊണ്ടുപോയിച്ചിട്ട് വലിയൊരു കുന്തൊക്കെ ആയിട്ട് വന്നിട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ അത് ഒടിച്ച് കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും ഉള്ളിലാക്കിയപ്പോൾ രണ്ടാൾ നല്ല കളിയിലാണ് കേട്ടോ. പൊതുപ്പൊക്കെ മൂടി നല്ല കളിയിലൊക്കെ ആയിരുന്നു. എപ്പോഴാണ് അങ്ങനെ അടി കൂടാതെ അറിയില്ല. അപ്പോൾ ഞാൻ നോക്കിയിരിക്കണം, ഒരാളെ പോലെ പുറകെ തന്നെ വേണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട് അതിന് ബിരിയാണിക്കുള്ള. അതൊക്കെ അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെളിയിൽ നോക്കണം, പിന്നെ അവിടെയും നോക്കണം. അങ്ങനെ പിന്നെ അവിടെ ജാബി ഉണ്ടല്ലോ കിച്ചണിൽ, അങ്ങനെ ഓളെ ഏൽപ്പിച്ച് ഞാൻ അടുത്തേക്ക് വന്നതാണ്. പിന്നെ റെസിപ്പീസൊന്നും ഞാൻ അധികമൊന്നും കാണിക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ബിരിയാണിയൊക്കെ എല്ലാവർക്കും പൊതുവേ അറിയുന്ന റെസിപ്പീസാണല്ലോ, കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ വെക്കുന്ന രീതിയിൽ കാണിക്കാമെന്ന് മാത്രം. അപ്പോൾ ഉള്ളിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. വാപ്പ ഉച്ചക്കൽക്ക് വരുമ്പോൾ എന്തായാലും ചിക്കൻ്റെ ഒരു സംഭവം വാപ്പക്കും ഉമ്മക്കും പറ്റില്ല. അപ്പോൾ ഓൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നാടൻ ചോറും നാടൻ കറിയൊക്കെയാണ് വേണ്ടിയത്.
അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, തക്കാളി എല്ലാം മസാലക്കൂട്ടൊക്കെ ഇട്ടിട്ടോ, പിന്നെ തൈര് ഒഴിച്ചു കൊടുത്ത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോഴേക്കാണ് പിന്നെ ഉമ്മ ഒടിച്ച പപ്പായ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കൊണ്ട് തന്നിട്ട്, അത് കഴിച്ച് നോക്കുമ്പോൾ ഒത്തിരി മധുരമല്ല കേട്ടോ. എന്താ കാണുന്ന ആ കളറ് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല മധുരമല്ല അതിന് കേട്ടോ. സാധാരണ നമ്മളെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പപ്പായക്കും നല്ല മധുരം ഉണ്ട്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എന്താ അറിയില്ല. അങ്ങനെ പിന്നെ മസാല ഒക്കെ റെഡിയായി. ഞാൻ റൈസൊക്കെ അതിലിട്ട് ദമ്മിടാൻ നിൽക്കുകയാണ്. സമയമില്ല കേട്ടോ, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് 10 മണിക്ക് ഫുഡ് കഴിക്കുന്ന പോലെ ഉച്ചക്കൽ കൂടി കണക്കാക്കിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതായത് 12:30 സമയമാണ് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ വേഗം ചട്ടപട എല്ലാം ആക്കി പെട്ടെന്ന് തന്നെ ഒക്കെ സെറ്റാക്കി ദമ്മിടാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്ക് പിന്നെ അവർക്ക് വിശപ്പിൻ്റെ അറിയാമല്ലോ, രാവിലെ ഒന്നും കഴിക്കാതെ വരുന്നല്ലേ, 10 മണിക്ക് ചായയും കുടിച്ചില്ലല്ലോ, അപ്പോൾ നമ്മളത് കണ്ടറിയണമല്ലോ. അങ്ങനെ വേഗം തന്നെ ആക്കി ഒക്കെ റെഡി ആക്കിട്ടോ. അതിനിടയ്ക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടി ഉമ്മ നോക്കിയതാണ്, പക്ഷെ അവിടെ ഫുള്ള് പായൊക്കെ ഇട്ട് വിരിച്ചതാണ് കേട്ടോ. അവിടെ എന്തോ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ പുറത്തേക്ക് ആവുന്നതിന് സ്റ്റെയർ മൊത്തം കവർ ചെയ്തതാണ്, അപ്പോൾ അതിലേക്ക് കയറാൻ കഴിയില്ല. അങ്ങനെ പിന്നെ ആ പണിക്കാരറിഞ്ഞ് ഫുഡ് വിളമ്പിക്കോളാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ അവർക്ക് വിളമ്പി കൊടുത്തിട്ടോ. അപ്പം അമ്മയാണ് എല്ലാം ആക്കിക്കൊണ്ട്, പിന്നെ മലയാളികളല്ല, അതുകൊണ്ട് പിന്നെ അവർക്ക് മലയാളം പറഞ്ഞാലൊട്ടും തിരിയില്ല. ഹിന്ദിയിലൊക്കെയാണ് സംസാരിക്കുക നമ്മളോട്, നമുക്കും ആണ് തിരിയുന്നില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഉമ്മൊക്കെ വിളമ്പ് സെറ്റാക്കി കൊടുത്ത്. ദുബായ് ഇഷയും നല്ല കളിയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട്. അങ്ങനെ ഗേസ് ഒരു ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ. പൊടി മുകളിലൊക്കെ പോകണമെന്ന് കാണിച്ചു ഞങ്ങൾക്ക്. കയറാൻ പറ്റുന്നില്ല, അവിടെ കോണിമേൽ ഫുള്ള് ഇത് വെച്ചിട്ട് കയറാൻ പറ്റില്ല. കാണിച്ചത് ദുവാ. അപ്പോൾ അവർ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ മുകളിലത്തെ ഭാഗം. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഏകദേശം വൈറ്റ് വാഷൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയല്ലോ പോസ്റ്റ് ചെയ്യാൻ. പിന്നെന്താ ഓരോ സംഭവം ഉണ്ട്, ഇതൊക്കെ പണി കഴിഞ്ഞിട്ട് കണ്ടാലേ ഒരു രസമുണ്ടാവും, ഇപ്പോൾ മനസ്സിലാവില്ല. പിന്നെ ഇതൊക്കെ ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ്സാണ് കേട്ടോ, ഇവിടെയൊക്കെ ഗ്ലാസ്സാണ്, അതുകൊണ്ട് ഇവിടെ ഒന്നും വിൻഡോസ് ഇല്ല. ഇതൊക്കെ ഗ്ലാസ് വെക്കണം ഇനി ഇവിടെ. ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, ഇവിടുന്ന് വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാൻ, മാഷാ അല്ലാഹ്. അങ്ങനെ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ നമുക്കൊരു കൊക്കോ ബിറ്റ്സ് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് സെൻഡ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങി അൺബോക്സ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കൈ തരുന്നേ അല്ല കേട്ടോ, ആൾ പിടിച്ച് വെക്കുകയാണ്. പിന്നെ കുറേ സോപ്പിട്ട് ഏതായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് അപ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഓപ്പൺ ചെയ്ത് നമ്മളെല്ലാവരും പങ്കിട്ട് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കൊനാഫ ചോക്ലേറ്റാണ്. വേണ്ടവരുണ്ടെങ്കിൽ ഈ പേജ് കയറിയാൽ മതിയേ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നേ കുറച്ച് ലേറ്റായി. നമ്മളെല്ലാ കഥകളും ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. അങ്ങനെ വേഗം ഫുഡ് കഴിക്കാൻ വിചാരിച്ച്. മക്കളൊന്നും വന്നില്ല കേട്ടോ, സ്കൂളിൽ പോയിക്കാണല്ലോ. അവർ വരുമ്പോഴേക്ക് എനിക്ക് താഴോട്ടേക്ക് പോവുകയും വേണം. അപ്പോൾ വാപ്പ വന്നിട്ടുണ്ടായി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ, അപ്പോൾ വാപ്പൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ച്. ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് അതൊക്കെ കഴുകി വെച്ചിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഉച്ചക്ക് ഒരു ഉറക്കമുണ്ട് കേട്ടോ. ആ ഒരു ഉറക്കം ഉറങ്ങിയില്ല എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാമല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് പോകാൻ വിചാരിക്കുകയാണ്. പിന്നെ ദുആക്ക് ഒരു ഉച്ചമയക്കം ഉണ്ട്, ആ മയക്കം കഴിഞ്ഞില്ലെങ്കിൽ ഓള് ഭയങ്കര അൽക്കുലത്ത് കളി കളിച്ചാളും. അതുകൊണ്ട് വേഗം തന്നെ പാത്രം കഴുകി ഒക്കെ ക്ലീൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു വേഗം തന്നെ. അപ്പോൾ പിന്നെ വാപ്പയും വന്നിട്ടുണ്ടല്ലോ, വാപ്പൻ്റെ പുറകെ ഇരുന്നാൽ വണ്ടിമേലാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അവിടെ എത്തുകയും ചെയ്യും. ഉമ്മ പിന്നെ ഉച്ചയായപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്താലേ പോയിട്ട് ഉമ്മക്ക് കുറച്ച് അലക്കാനും അങ്ങനെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ ഉമ്മ അങ്ങ് പോയി. ഞാൻ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മക്കൾ വരുമ്പോഴേക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.